ശീഘ്രസ്ഖലനത്തിന്റെ പ്രശ്നം 4 രീതിയിലാണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലോങ് ടേം, അതായത് നമുക്ക് അറിവ് വെച്ച പ്രായം മുതൽ തന്നെ ശീഘ്രസ്ഖലനത്തിന്റെ പ്രശ്നമുണ്ട്. ഇങ്ങനത്തെ ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് ലിംഗത്തിന്റെ അഗ്രഭാഗം ഭയങ്കര സെൻസിറ്റീവ് ആണ്. നമ്മളിങ്ങനെ ഫെദർ ടച്ച് എന്നൊക്കെ പറയില്ല, തൊട്ടാ മതി ഉദ്ധാരണവും അതുപോലെ തന്നെ ശുക്ലൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും. രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് 30-40 വയസ്സ് വരെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിനുശേഷം പെട്ടെന്ന് ശീഘ്രസ്ഖലനം സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വന്ന ഇൻഫെക്ഷനോ അതല്ലെങ്കിൽ ധാരണക്കുറവുമായി ബന്ധപ്പെട്ട് വരുന്ന ശീഘ്രസ്ഖലനമാവാം. മൂന്നാമതായിട്ടുള്ളത്, നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നവുമില്ല, പക്ഷെ നമ്മൾ ബന്ധപ്പെടാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ശീഘ്രസ്ഖലനത്തിന്റെ പ്രശ്നം വരുന്നു. ഇതെന്തുകൊണ്ടാന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളെ ഉള്ളിലെ സെക്ഷൽ പെർഫോമൻസ് ആൻസൈറ്റിയെ കൊണ്ടാണ്. ഏറ്റവും അവസാനമായിട്ടുള്ളത്, ചില സമയത്ത് നല്ല സമയം കിട്ടും, എന്നാൽ ചില സമയത്ത് തീരെ സമയം കിട്ടുന്നില്ല, പെട്ടെന്ന് ശുക്ലം പോകുന്നു. ഇത് നിങ്ങളുള്ള സ്ട്രെസ് ആണ് കാരണമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ശീഘ്രസ്ഖലനവും ഒരുപോലെ കാണരുത്. നിങ്ങൾ ഇതിൽ ഏത് ടൈപ്പിലാണ് നിങ്ങളത് വരുന്നതെന്ന് ആലോചിക്കുക, അതിനനുസരിച്ചുള്ള ചികിത്സ നേടുക. ഹോമിയോപ്പതിയിൽ നല്ല ചികിത്സ ലഭ്യമാണ്.